അസ്സലാമു അലൈക്കും ലെനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്ക്കാൻ പോകുന്നത് ചുരിദാറിൻ്റെ ഫാൻ്റാണ്. അത് ഞാൻ റെഡിമെയ്ഡ് മോഡലിലാണ് തയ്ച്ചെടുക്കുന്നത്. ഒരു ഫാൻറ് വേണം. ഞാൻ റെഡിമെയ്ഡിൻ്റെ ഫാൻറ് തന്നെയാണ് അളവ് എടുത്തിട്ടുള്ളത്, അല്ലാതെ ടേപ്പിലോ ഒന്നുമല്ല ചെയ്യണത്. എല്ലാവർക്കും മനസ്സിലാകാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കട്ടിങ്ങും തയ്ക്കലും മൊത്തത്തിൽ കഴിക്കാം. അത്രക്ക് ഈസിയാണ് ഞാൻ ചെയ്യണത്. ഇപ്പം ഞാൻ ഫാൻറ് റെഡിമെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഈ മോഡൽ തന്നെയാണ് ഞാൻ തയ്ക്കണതും. ഇനി ഇത് ശരിക്ക് ലെവൽ ചെയ്ത് വെക്കണം. അടിയിലെ തുണി നമ്മൾ വെച്ച തുണി ഉണ്ടല്ലോ, നേർത്തി വെക്കണം. അതിൻ്റെ ഉള്ളിലോ എവിടെയെങ്കിലും ചുളിവുകളോ എന്തെങ്കിലും വന്നുകളോ ഒന്ന് ശരിക്ക് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ലെവലായി നിൽക്കൂല. തുണി ഫാനിനെക്കാട്ടിലും 2 ഇഞ്ച് കുറവാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അത് വേറൊന്നുമല്ല, അവിടെ രണ്ട് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ലെവൽ ചെയ്തതിൻ്റെ ശേഷം അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മളെ ഫാൻറ്റിൻ്റെ അടയാളപ്പെടുത്തിയതിൻ്റെ ശേഷം നമുക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി ഏറെ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. ഇപ്പം ഈ ലൈന് വരുന്നുണ്ടല്ലോ സൈഡിൽ കട്ടിങ്, ആ കട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ നമുക്കൊന്ന് എക്സ്ട്രാ ഒന്ന് തയ്ച്ചു കൊടുത്താൽ മതി. ഉൾഭാഗത്തേക്ക് ഒന്ന് തയ്ച്ചു കൊടുത്താൽ കട്ട് ചെയ്ത പോലെ തന്നെയാവും. ഫാൻറ്റിന് ഇഞ്ചിൻ്റെ അളവൊന്നും ഞാൻ ഇതിൽ കാണിക്കണില്ല, കാരണം അളവ് എടുത്ത് കണ്ടല്ലോ എല്ലാവർക്കും തയ്ച്ചോട്ടെ എഴുതിയിട്ടാണ് ഞാൻ ഇതേ സെയിം രീതിയിൽ കാണിക്കുന്നത്. ഇപ്പം ഞാൻ മുകളിൽ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിക്കണം. അത് എന്താ വെച്ചാൽ എലാസ്റ്റിക് ഇടാനും വേണ്ടിയിട്ട് ഏറെ നമുക്ക് മടക്കി അടിക്കാനും തയ്യൽ തുമ്പ് ഒന്നിച്ചാണ് ഞാൻ 2 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇതിന് ബാക്ക് എലാസ്റ്റിക്കും മുൻപ് സാധാ മാർക്കുമാണ്. അപ്പം ഞാൻ ഫുൾ എലാസ്റ്റിക്കാണ് എനിക്ക് വെക്കണത്. ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. എലാസ്റ്റിക് നമുക്ക് എത്ര വലിപ്പത്തിനനുസരിച്ച് അതും ഇട്ട് കൊടുക്കാം. എലാസ്റ്റിക്കിൻ്റെ അളവ് എത്ര വെച്ചാൽ നമ്മൾ അരവണ്ണത്തിനനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാനിപ്പോൾ തുണി 2 ഇഞ്ച് ഏറെ എടുത്തുക്കണ് എലാസ്റ്റിക്കിൻ്റെ സ്ഥലത്ത്. മറ്റിടത്തൊക്കെ 1 ഇഞ്ച് എടുത്ത് കൊടുത്ത് 2 ഇഞ്ച് എടുത്ത്, കാരണം ഇതിൻ്റെ അര നല്ല വലിപ്പമുണ്ട്, അതുകൊണ്ട് ഇത്ര മതി. ഇനി അടിയിലേക്കുള്ള തുണി കട്ട് ചെയ്യണം. അത് 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യണത്. നമ്മൾ ഈ ഇപ്പോൾ മടക്കി വെച്ച് 4 പീസായിട്ടാണല്ലോ നിൽക്കണത്. അത് 4 ഒരേ അളവിൽ വെച്ച് കട്ട് ചെയ്യുക. 4 ഇഞ്ചിലാണ് ഞാൻ അതും കട്ട് ചെയ്യണത്. 4.5 ഇഞ്ച് എടുക്കാം. 4 ഇഞ്ച് അറിയണത് തയ്യൽ തുമ്പ് കൂട്ടാതെയാണ് 4 ഇഞ്ച്. 1/2 ഇഞ്ച് ഏറി എടുക്കുന്നുണ്ട്. 4.5 ഇഞ്ചാണ് മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത്. എട്ട് ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എത്ര അളവിനനുസരിച്ച് എടുത്താൽ മതി. ഇറക്കം അതും 2 ഇഞ്ചാണ് കറക്റ്റ് അളവ് ഇറക്കം, അല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. 1 ഇഞ്ചാണെങ്കിലും ഭംഗി ഉണ്ടാവില്ല, കൂടുതലാണെങ്കിലും ഭംഗി ഉണ്ടാവില്ല, കുറവാണെങ്കിലും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ 2 ഇഞ്ചാണ് ഇതിന് കറക്റ്റ്. ഇപ്പം ഞാൻ 3 പീസ് ഒന്നിച്ച് തുണി കിട്ടണതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ സ്കെയിലും മാർക്കറും ഉണ്ടായാൽ പെട്ടെന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ചോക്ക് എടുക്കാനാണ് ഏറ്റവും നല്ലത് അടയാളപ്പെടുത്താൻ. ഞാൻ മഞ്ഞ ഫാൻറ് അടിച്ചിനി, നേരത്തെ ചുരിദാർ അടിച്ചില്ല ഫാൻറ് തന്നെയാണ് അടിച്ചിനി, ടോപ്പ് അടിച്ചിനിയല്ലോ, അതിക്കില്ല ഫാൻറ് അടിച്ചിനു. അപ്പോൾ എനിക്ക് തോന്നി തയ്ക്കണ സമയത്ത് അതൊരു ക്ലിയർ കിട്ടണില്ല, മഞ്ഞ നൂലും മഞ്ഞ ഫാൻറ്റും ആയതുകൊണ്ട്. അപ്പോൾ വേറെ ഏതായാലും തയ്ക്കാണ്ടേനു, അതുകൂടി ഇതിൽ കാണിക്കാതി മഞ്ഞ ഒഴിവാക്കിയതാണ് വീഡിയോ. എനിക്ക് അളവെടുത്തുകൊണ്ട് തയ്ക്കുകയാണ് ഏറ്റവും സുഖം. പക്ഷെ ഞാൻ ഇതിൽ കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കട്ടിങ് അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ അത് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് കട്ട് ചെയ്യണവരാണെങ്കിൽ ആദ്യം തന്നെ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. ഇനി തയ്ച്ചെടുക്കാം. ഞാൻ 4 പീസും ഒന്ന് ഇതേപോലെ ചെയ്തെടുക്കണം. 2 ഭാഗമാണ് ഞാൻ തയ്ച്ചു കൊടുക്കണത്.
പോക്കറ്റ് പോലെയാണ് ഇപ്പോൾ തയ്ച്ചു കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ 4 പീസും ഞാൻ തയ്ച്ചെടുക്കുകയാണ്. സാധാരണ പേനാണെങ്കിൽ ഇത്രയും പണിയില്ല, 5 മിനിറ്റ് ഒന്നും വേണ്ട, അത്രയ്ക്ക് സിമ്പിളാണ്. ഇപ്പം ഇത് ഒരു എക്സ്ട്രാ പണിയാണല്ലോ, അതുകൊണ്ടാണ് ഇപ്പം അത് 4 ഞാൻ തയ്ച്ചെടുത്തു. ഇത് അയൺ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, ഞാൻ അങ്ങനെ വിരലുകൊണ്ടൊന്ന് നിവർത്തി കൊടുക്കുകയാണ്. ഇനി ഇത് തുണിമ എങ്ങനെ പിടിപ്പിക്കണമെന്ന് നോക്കാം. ഇപ്പം പാൻറ്റിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊണ്ടാണ് ഞാനത് യോജിപ്പിക്കണത്. ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് മടക്കി അടിച്ചു കൊടുത്താൽ മതി അടിഭാഗം. എന്നിട്ട് പിന്നെ ചീത്ത ഭാഗത്ത് വെച്ചിട്ടാണ് ഇത് തയ്ക്കണത്. നല്ല ഭാഗത്ത് തയ്ക്കണ ഭാഗം നമ്മൾ ഈ കട്ടിങ് പീസ് ചീത്ത ഭാഗത്തുമാണ് വെച്ചിട്ടുള്ളത്. ഈ പീസ് നമുക്ക് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഭാഗം 2 ഭാഗം തയ്ച്ചിനല്ലോ, അപ്പം അതിൻ്റെ മൂല നല്ല ക്ലിയറിൽ നിൽക്കണ മൂലയാണ് നമ്മൾ ഓപ്പണില്ല സൈഡിലേക്ക് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇതേമാതിരിക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ അവിടെ ഓപ്പണായി കഴിഞ്ഞു. ഈ ഓപ്പണിൻ്റെ മുകളിലേക്ക് ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് ഉള്ളിലേക്ക് തയ്ച്ചു കൊടുത്തേക്കണ്. കട്ടിങ്ങിന് പകരം വേണ്ടി വരും എന്ന് പറഞ്ഞല്ലോ, അതങ്ങനെ തയ്ച്ചു കൊടുത്തത് ഞാൻ ഇതിൽ കാണിക്കാൻ മറന്നതാണ്. ഇപ്പോൾ ഒരു കാലായി, മറ്റേ കാലും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ ഞാൻ മറ്റേ പീസും വെച്ച് കൊടുക്കാം. ഇപ്പം ഈ ഓപ്പണിൻ്റെ നേരെ ഭാഗമാണ് ഞാൻ നടുഭാഗം പറയുന്നത്. അവിടെയാണ് ഞാൻ മേൽക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് തയ്ച്ചു കൊടുത്തത്. ചെറുതായിട്ട് ഒന്ന് തയ്ച്ചു കൊടുത്തിട്ടുള്ളൂ. എല്ലാത്തിനും 2 അടി കൊടുക്കണത് നല്ലതാണ്. ഇപ്പം ഇതിന് കാല് കൂട്ടി കൊടുക്കുകയാണ് ഞാൻ. ആദ്യം തന്നെ അടിഭാഗത്തു നിന്നാണ് കൂട്ടി കൊടുക്കണത്. നമുക്ക് എത്ര വീതി വേണ്ടി വെച്ചാൽ നമ്മളെ ഫാനിൻ്റെ വീതി, ഇത് കുറച്ച് ലൂസുള്ള ഫാനാണ് ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ വരുന്നത്. ആ മോഡൽ തന്നെയാണ് ഞാൻ തയ്ച്ചെടുത്തതും, ആ അളവ് തന്നെയാണ് തയ്ച്ചെടുത്തതും, കറക്റ്റ് അളവുമാണ്. 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കണ്ടാണ് ഞാൻ തയ്ക്കണത്. ഒരു 1/4 ഇഞ്ച് ഞാൻ അവിടെ നടു തയ്ച്ചപ്പോൾ ഇട്ട് കൊടുത്തിരുന്നു, അതുകൊണ്ട് ഞാൻ 3/4 ഇഞ്ച് എടുത്തത്. ഇപ്പം തയ്ച്ച കാലിൻ്റെ അതേ അളവ് തന്നെ മറ്റേതും അതേമ തന്നെ നോക്കിയിട്ട് അതേ കറക്റ്റിൽ അളവ് തന്നെ തയ്ച്ചെടുത്താൽ മതി, കറക്റ്റ് അളവിൽ കിട്ടും. ഇപ്പോൾ ഇത്ര തന്നെ 3/4 ഇഞ്ചാണെങ്കിലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റുണ്ടെങ്കിലൊക്കെ നോക്കാൻ നല്ലതാണ്. സിമ്പിളായിട്ടാണ് തയ്ക്കാൻ. ഇത് കാണുന്ന അത്രയൊന്നും ടൈം ഇതിന് വേണ്ട. ശരിക്ക് വീഡിയോയിൽ കാട്ടാൻ വേണ്ടിയിട്ട് ടൈം എടുത്തതാണ്. പാൻറ്റിൻ്റെ അടിഭാഗം 2ഉം തയ്ച്ച് കഴിഞ്ഞു. ഇനി മുകൾ ഭാഗം കൂട്ടി കൊടുക്കാം. അതിന് ഞാൻ ഉൾഭാഗത്തേക്ക് തന്നെ ആക്കിയതിൻ്റെ ശേഷമാണ് തയ്ച്ചു കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ തയ്ച്ചു കൊടുക്കാം. മുകൾ ഭാഗത്തുനിന്ന് അടിഭാഗത്തേക്ക് കൊടുന്ന് പിന്നെ മുകൾ ഭാഗത്തേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇത്ര സിമ്പിളാണ്, കാണുമ്പോൾ തന്നെ അറിയാലോ. തയ്ക്കാൻ അറിയണവർക്ക് പെട്ടെന്നുണ്ട്, കട്ട് ചെയ്യാനും ഒക്കെ പേടിയില്ലവരുണ്ടാവും.
ഇതേ രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു പേടിയും കൂടാതെ കട്ട് ചെയ്ത് തയ്ച്ചെടുക്കാം. ഇപ്പൊ ഇത് വീണ്ടും മുകൾ ഭാഗത്തേക്ക് തന്നെ എത്തി. ഇനി തിരിച്ച് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. നമ്മൾ തയ്ക്കണ സമയത്ത് 2 സ്റ്റിച്ചിങ് കൊടുക്കണത് നല്ലതാണ്. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞു. ഇനി അരഭാഗം അടയാളപ്പെടുത്തിയെടുക്കാം. മുകൾ ഭാഗം 1 ഇഞ്ചും അടിഭാഗം 1.5 ഇഞ്ചുമാണ് ഞാൻ എടുക്കണത്. 2 ഇഞ്ചാണല്ലോ വീതി എടുത്തിനത്. അത് ഫുള്ളായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് കാണാനും വേണ്ടിയിട്ടുള്ള അടയാളപ്പെടുത്തണം. ബാക്കിയൊക്കെ ഞാൻ അതേപോലെ തന്നെ എടുക്കുകയാണ്. ഇനി ഇത് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയ സൈഡിൽ കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇത് ഉൾഭാഗത്തേക്ക് വരുന്ന ഭാഗമാണ്. ചീത്ത ഭാഗത്തേക്ക് ആക്കിയിട്ട് വേണം തയ്ച്ചു കൊടുക്കാൻ. ഇത് ഞാൻ നല്ല ചെറിയ സൈഡ് എടുത്തിട്ട് തയ്ച്ചു കൊടുക്കണം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. രണ്ടാമത് 1 ഇഞ്ച് നമ്മൾ 1.5 ഇഞ്ച് തയ്ക്കുമല്ലോ, ആ തയ്ക്കണ സമയത്ത് നല്ല ഫിനിഷിങ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഞാനാണെങ്കിൽ 2 മടക്കിൽ തന്നെ തയ്ച്ചെടുക്കുക. കാരണം ചിലവർക്ക് കാണാൻ തയ്ച്ചിട്ട് നന്നാവണില്ല, ചുളിവ് വരികയാണ്, അവിടെ എന്തോ വരുന്നുണ്ട് എന്നൊക്കെ പറയും. ഇങ്ങനെ തയ്ച്ചെടുക്കുകയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും വരില്ല. ഞാൻ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതും തയ്ച്ചെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ അലാസ്റ്റിക് തയ്ച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും തയ്ച്ചു കൊടുക്കട്ടെ. ഞാൻ ഇത് എളുപ്പം ഈസി എനിക്ക് തോന്നണ ഒന്നുകൂടി മറ്റേ സിൽക്കാണെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാത്തത്. മുകൾ ഭാഗം അടിഭാഗം വലിച്ചു പിടിച്ചെടുക്കരുത്, അപ്പോഴും ചുളിവ് വരും. നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. എന്നാൽ ഒരു ചുളിവില്ലാതെ തയ്ച്ചെടുക്കാം. ഒരു ചെറിയൊരു ഓപ്പൺ ഇട്ട് കൊടുത്തിരിക്കണം അവിടെ. അത് എലാസ്റ്റിക് ഇടാനും വേണ്ടിയിട്ടാണ്. പാൻറ്റിൻ്റെ എലാസ്റ്റിക് വെച്ച അരവണ്ണം നോക്കി വലിച്ചു പിടിക്കാതെ വെച്ചു കൊടുത്താൽ മതി. ആ അളവ് തന്നെ എടുത്താൽ നല്ല കറക്റ്റ് അളവീക്കാരം. വലിച്ചു പിടിക്കരുത് ഒരിക്കലും എലാസ്റ്റിക് വെക്കുന്ന അടയാളപ്പെടുത്തുന്ന ടൈമിന്. ഞാനിത് കോർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടുകയാണ് പറഞ്ഞില്ല, അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞാനത് കോർത്ത് കൊടുക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തുക്കും കുടുംബത്തുക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇനി പലാസ വേണ്ടിയവർക്ക് പലാസ വേണമെങ്കിലും ഞാൻ വീഡിയോയിൽ വേണ്ടിയവർ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എലാസ്റ്റിക്കിൻ്റെ 2 ഭാഗം ഒന്നിച്ച് കൂട്ടി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് എലാസ്റ്റിക് കയറ്റിയ സ്ഥലം ഉണ്ടല്ലോ, ചെറിയ ജോയിൻറ്റ്, അവിടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിൻ്റെ ശേഷമാണ് ഞാൻ എലാസ്റ്റിക്കിൻ്റെ ഇതിമ കടിക്കുക. അപ്പോൾ അവിടെ യോജിപ്പിക്കുകയാണ് ഞാൻ. കണ്ടോ, അത്ര സ്ഥലമുള്ളൂ. ഇനി എലാസ്റ്റിക് വലിച്ച് പിടിച്ച് നന്നായി വലിച്ച് പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത്ര പെർഫെക്റ്റ് ആവില്ല. ഇത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയാണ്. ഇപ്പം ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള പാൻറ് തന്നെയാണ്. റെഡിമെയ്ഡാണെന്ന് തോന്നും ചെയ്യും. ഇപ്പോൾ കണ്ടോ, ഞാൻ മഞ്ഞ പാൻറ്റും ഇതേപോലെ തന്നെ തയ്ച്ചിക്കണത്. അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത് ക്ലിയറായിട്ട് കാണുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ മാറ്റിയതാണ്. സ്റ്റിച്ചിങ്ങിൻ്റെ നൂലൊക്കെ ഒരേ കളറായതുകൊണ്ട്. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്. വീഡിയോ കാണാം. ബൈ.